ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാല് വക്കീലിനെ വിളിച്ച് പാർവതിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും പ്രഭാവതിയുടെ പേരിലേക്ക് മാറ്റം ചെയ്യണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വക്കീൽ ചോദിക്കുകയാണ്, എന്താ സാർ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും കരുതരുത്, പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താ കാരണമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ, പ്രഭാവതി അമ്മ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണെന്നും എന്നെ ഇത്രയും നാളും വളർത്തിയതല്ലേ, അതുകൊണ്ടാണെന്നും വിശാൽ പറയുന്നു. അല്ല സാർ, ഈ കാര്യത്തെക്കുറിച്ച് ഗോപി സാറിനോട് സംസാരിച്ചായിരുന്നു, എന്നിട്ട് പോരെ ഒരു തീരുമാനമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ വിശാല ചോദിക്കുകയാണ്, എന്താ, ഞാൻ എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ പ്രഭാവതി അമ്മയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് വക്കീലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ 2 ദിവസത്തേക്ക് രജിസ്ട്രേഷൻ ഓഫീസെല്ലാം അവധിയാണ്. 2 ദിവസത്തിന് ശേഷം രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞ് വക്കീല് കോള് കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് വിശാൽ പറയുകയാണ്, പ്രഭാവതി അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അമ്മ വിഷമിച്ചാൽ ഗായത്രി അമ്മ വിഷമിച്ചതുപോലെ തന്നെയാ. തുടർന്ന് പ്രഭാവതി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശാല് പാറുവിനോട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന പാറു ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയുടെ അടുത്ത് എന്ന് വിശാല് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അമ്മേ, വക്കീലിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. 2 ദിവസത്തേക്ക് രജിസ്റ്റർ ഓഫീസ് ലീവാണ്. മോനെ, എനിക്ക് നിന്നോട് ആദ്യം പറഞ്ഞത് തന്നെയാ പറയാനുള്ളത്. എൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കണമെന്നൊന്നുമില്ല. നീ പാർവതിയോട് കാര്യം പറഞ്ഞാൽ മാത്രം മതി. ഇല്ലമ്മേ, സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അമ്മ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞെന്നും വിശാല് പറയുന്നു. എടാ, വക്കീലിനോട് സംസാരിച്ചതൊക്കെ ഓക്കെ, പക്ഷെ ആദ്യം നിന്റെ അച്ഛനോട് സമ്മതം വാങ്ങണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ശരി, ഗോപിയേട്ടന് എതിർപ്പുണ്ടാകില്ലെന്ന് കരുതാം. പക്ഷേ പാർവതിയോട് സംസാരിക്കണ്ടേ? പാർവതിയും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അമ്മേ, പാർവതി എന്താണെങ്കിലും ഈ കാര്യത്തിന് എതിരഭിപ്രായം പറയില്ലെന്ന് വിശാല് പറയുന്നു. വേണ്ട വിശാൽ, പാർവതിയോട് സംസാരിച്ചിട്ട് മതി കാര്യങ്ങളെല്ലാം. ഒടുവിൽ നമ്മൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവൾക്ക് ഒപ്പിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? അവൾക്കിതിന് സമ്മതമാണോ എന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും നീ ചോദിക്കണം. അമ്മേ, ഞാൻ ഈ കാര്യം അവളോട് സംസാരിച്ചതാ. എന്നിട്ട് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ ആ മൗനം നമുക്ക് സമ്മതമായിട്ടെടുക്കാമെന്ന് വിശാൽ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ചിലപ്പോൾ ആ മൗനം ഇതിനുള്ള എതിർപ്പാണെങ്കിലോ? പാർവതി അവളുടെ നാവുകൊണ്ട് ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ടെൻഷനെല്ലാം മാറുമല്ലോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് പ്രഭാവതിയും. തുടർന്ന് വിശാൽ അവിടെ നിന്ന് പോയതിനു ശേഷം തൻ്റെ പദ്ധതി വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. എത്ര തന്ത്രപരമായിട്ടാണ് പ്രഭാവതി അമ്മ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നത്. ഇതിൽ നിന്നും ഞാൻ വിശാൽ സാറിനെ എങ്ങനെയൊന്ന് തടയുന്നത് എന്നൊക്കെ പാറു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മണിക്കുട്ടൻ വരികയാണ്. എന്താ പാറു, നിനക്കെന്തോ വിഷമമുള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് മണിക്കുട്ടൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ മണിക്കുട്ട, ഇവിടെ വലിയൊരു ചതി നടക്കാൻ പോവുകയാണ്. പ്രഭാവതി അമ്മ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലേക്ക് എഴുതി വാങ്ങാൻ പോകുന്നു. പ്രഭാവതി അമ്മ ആ സ്വത്തുക്കളെല്ലാം തന്ത്രപൂർവ്വം അടിച്ചു മാറ്റാൻ പോവുകയാണ്. നീ എന്താ പാറു, സ്വത്തുക്കളെല്ലാം പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണോ എന്ന് മണിക്കുട്ടൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ സ്വത്ത് കൈമാറ്റത്തിന് ഞാൻ വിസമ്മതിച്ചാലേ വിശാൽ സാറിന് അത് നല്ല വിഷമമാകും. മാത്രവുമല്ല, എന്നോട് ദേഷ്യം തോന്നുകയും ചെയ്യും. ഞങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ പിണങ്ങുകയും ചെയ്യും. പ്രഭാവതി അമ്മയുടെ കള്ളത്തരമെല്ലാം നീ വിശാൽ സാറിന്റെ മുന്നിൽ തെളിയിച്ചാൽ മതിയല്ലോ പാറു എന്ന് മണിക്കുട്ടൻ പറയുമ്പോൾ പാറു പറയുകയാണ്, അതിന് തെളിവുകൾ വേണ്ടേ മണിക്കുട്ട? അതെന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പാറുവിന് ഒരു ഫോൺ കോൾ വരികയും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പാറു കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം പാറു അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിശാല് പാറുവിനെ തിരക്കി മുറിയിലേക്ക് വരുന്നു. തുടർന്ന് പാറുവിനെ തിരക്കി വിശാല് താഴേക്ക് ചെല്ലുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഗോപിനാഥൻ വരുമ്പോൾ പാർവതിയെ കണ്ടോ എന്ന് വിശാല് ചോദിക്കുന്നു. ഞാൻ കണ്ടില്ലെന്ന് ഗോപിനാഥ് പറയുമ്പോൾ ഒരു അത്യാവശ്യ സമയത്ത് ഇവളിത് എവിടെ പോയതാണെന്ന് വിശാല് പറയുന്നു. അത്യാവശ്യ സമയത്തോ? എന്താ അത്യാവശ്യമെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, അതച്ചാ, പാർവതിയുടെ പേരിലുള്ള നമ്മുടെ സ്വത്തുക്കളെല്ലാം പ്രഭാവതിയമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഗോപിനാഥ് ഞെട്ടലോടെ നിൽക്കുമ്പോൾ വിശാല് പറയുകയാണ്, ഞാൻ അമ്മയോട് ഈ കാര്യമൊക്കെ പറഞ്ഞതാ. പക്ഷേ പാർവതി തനിക്ക് സ്വത്തുക്കളെല്ലാം തരാൻ സമ്മതമാണെന്ന് പറഞ്ഞാലേ അമ്മ അത് സ്വീകരിക്കൂ എന്നാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഗോപി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊരു സ്വത്ത് കൈമാറ്റം? പ്രഭാവതി ആവശ്യപ്പെട്ടത് കൊണ്ടാണോ നീ ഈ സ്വത്തുക്കളെല്ലാം പ്രഭാവതിക്ക് കൊടുക്കാൻ പോകുന്നത്? അമ്മ ആവശ്യപ്പെട്ടതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്വത്തുകൾ അമ്മയ്ക്ക് കൊടുത്താൽ അമ്മയുടെ വലിയൊരു വിഷമം ഇല്ലാതാകും. എടാ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭാവതിക്ക് എന്താ വിഷമം? അതച്ചാ, നമ്മുടെ തൊഴിലാളികൾക്ക്
കുറച്ച് സ്ഥലമൊക്കെ അമ്മ ദാനം ചെയ്തു കൊടുത്തിരുന്നു. അവരിപ്പോ അത് അവരുടെ പേരിലാക്കണമെന്ന് പറഞ്ഞ് അമ്മയെ സമീപിച്ചിരിക്കുകയാണ്. പാർവതി സമ്മതം പറയാതെ നീയൊന്നും എടുത്തുചാടി ചെയ്യേണ്ടെന്ന് ഗോപിനാഥ് പറയുന്നു. ഏതായാലും വിശാലിന്റെ ഈ നീക്കം തടയണമെന്ന് ഗോപിനാഥ് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സുകുമാരന്റെ വീട് അന്വേഷിച്ച് നടക്കുന്ന പാർവിനെയാണ്. അതേസമയം ഗായത്രി വില്ലയില് പ്രതാപനെ വിളിച്ച് തന്റെ വിശേഷങ്ങൾ പറയുകയാണ് പ്രഭാവതി. വിശാല് സ്വത്ത് തരാൻ സമ്മതിച്ചെന്ന് പ്രഭാവതി പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപനും സന്തോഷമാകുന്നു. ചേച്ചി, ആ പാർവതി ചതിക്കാതെ സൂക്ഷിച്ചോളാൻ പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇല്ലടാ, അവളെങ്ങാനും സ്വത്ത് തരില്ലെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ആളിക്കത്തിച്ച് ഞാൻ അവരുടെ ഡിവോഴ്സിന്റെ വക്കിൽ വരെ കൊണ്ടെത്തിക്കും. അവസാനം ഒരു കയ്യിൽ സ്വത്തും ഒരു കയ്യിൽ ഡിവോഴ്സുമായിട്ട് നിൽക്കുമ്പോൾ പാർവതി എന്താണെങ്കിലും ആ സ്വത്തുക്കളെല്ലാം എനിക്ക് തരും. അവൾക്ക് വിശാലിനെ മാത്രം മതിയല്ലോ. ഇതെല്ലാം നടക്കുമോ ചേച്ചിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ നടക്കുമെന്നും അതിനായി നീ കാത്തിരുന്നോ എന്നും പ്രഭാവതി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.